ഹലോ ഫ്രണ്ട്സ്, ഞാൻ അശ്വതി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ പുലാവാണ്. ഞങ്ങൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്ത് കഴിച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പുലാവാണ്. കർണാടക സ്റ്റൈലിലുള്ള ഒരു വെജിറ്റബിൾ പുലാവാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ പുലാവിനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഞാനിവിടെ പുതിനയില, ഒരു പിടിക്ക് പുതിനയിലയും ഒരു പിടി മല്ലിയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ തേങ്ങ ഉണ്ടായിരിക്കും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, കുറച്ച് പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂണിന് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവാള, തക്കാളി, ബീൻസ്, ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ സാധനങ്ങളെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും മല്ലിയിലയും പുതിനയും, ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചിയൊക്കെ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് പുതിനയില തന്നെയാണ്. പുതിനയിലയുടെ ഫ്ലേവറാണ് നമുക്ക് കൂടുതലായിട്ടും വേണ്ടത്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ടും പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് പച്ചമുളക് കൂടി ഒരു 3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, എന്നിട്ട് ചെറിയ കഷ്ണം ജാതിപത്രി കൂടി എടുത്തിട്ടുണ്ട്. ഞാനിതിന് വേണ്ടിയിട്ട് സോന മസൂരി എന്ന് പറയുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് നേരം വഴണ്ട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ കഴുകി വച്ചിട്ടുള്ള അരിയാണ്, കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ്. ഒരുപാട് നേരം വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ കഴുകിയിട്ട് നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കഴുകി ഊറ്റി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അതിനകത്തുള്ള വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അരിയിലും പച്ചക്കറിയിലും ഒക്കെ ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ഒരു അംശം കുറച്ച് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, ഇരട്ടി വെള്ളം, അതാണ് നമ്മൾ ഒഴിക്കുന്നത്.
അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയുടെ പേര് സോനാ മൻസൂരി എന്നാണ്. അപ്പോൾ ഇതാവുമ്പോൾ കുഴഞ്ഞു പോവുകയോ ഒന്നുമില്ല. ചെറിയ അരിയാണ്, നമ്മുടെ ബസ്മതി റൈസ് മാതിരി ഒത്തിരി വലുതായിരിക്കില്ല, ചെറിയ കുഞ്ഞരികളാണ്. അപ്പോൾ ഇതിപ്പോൾ വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരണ വരെ വെയിറ്റ് ചെയ്യാം. ഒറ്റ വിസിൽ വന്നാൽ മതി. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരി ഇരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് നെയ്യ് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് വീഡിയോയിൽ എടുത്തിട്ടില്ല. നമുക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണം എന്നില്ല. ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്കൊരു ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ഷെയർ എല്ലാം ചെയ്യണം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.